എനിക്കുള്ളത് ഒരു സ്നേഹപ്രകൃതമാണ്. എൻ്റെ ഹൃദയം മുഴുവനും സ്നേഹമാണെന്ന് തോന്നുന്നു. എല്ലാവരോടും എനിക്ക് സ്നേഹമാണ്. ആരെയും വെറുക്കാൻ എനിക്കൊരിക്കലും കഴിയുകയില്ല. എൻ്റെ കർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കണമെന്ന ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. എനിക്ക് എൻ്റെ ഈശോയെ മാത്രം മതി, മറ്റൊന്നും എനിക്ക് വേണ്ട. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഭാരതസഭയിലെ ആദ്യ വിശുദ്ധിയായ അൽഫോൻസാമ്മ ജാതിമത ഭേദമന്യേ എല്ലാ ജീവിതാന്തസ്സിലും പെട്ടവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയാണ്. വിശുദ്ധരുടെ ജീവിതശൈലിയും അവരുടെ മധുരവചസ്സുകളും സത്പ്രവൃത്തികളുമൊക്കെ നമുക്കെല്ലാം പ്രചോദനമേകുന്നതാണ്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ആത്മീയ ജീവിതത്തിൻ്റെ സാഗരങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ വളരെ വിലപ്പെട്ട മുത്തുകൾ നമുക്ക് അവിടെ നിന്നും ശേഖരിക്കാനാവും. വിശുദ്ധ അൽഫോൻസാമ്മയുടെ സൂക്തങ്ങൾ അൽഫോൻസാമ്മയുടെ ജീവിത തുടിപ്പുകളാണ്. അതിന്നും അനേകർക്ക് പ്രചോദനവും ശക്തിയും പ്രദാനം ചെയ്യുന്നതാണ്. അൽഫോൻസാമ്മ ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ മേലധികാരികളോടും തൻ്റെ സഹസന്യാസിനികളോടും തന്നെ പരിചരിച്ചിരുന്നവരോടും തൻ്റെ ആത്മപിതാവിനോടുമൊക്കെ പറഞ്ഞിട്ടുള്ളതും എഴുതി വച്ചിട്ടുള്ളതുമായ വളരെയേറെ കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വലിയൊരു സമ്പത്താണ്. ഭാരതസഭയുടെ, കേരള സഭയുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും വലിയൊരു സമ്പത്തായി ഞാനതിനെ കണക്കാക്കുന്നു. അൽഫോൻസാമ്മ തൻ്റെ അധരങ്ങളിലൂടെ നമ്മോട് സംസാരിച്ചപ്പോൾ ആ സൂക്തങ്ങളിലൂടെ അൽഫോൻസാമ്മ നമ്മെ വിശുദ്ധിയുടെ സ്രോതസ്സിലേക്ക് പിടിച്ചടുപ്പിക്കുകയാണ്. അൽഫോൻസാമ്മ നമ്മോട് പറയുന്നുണ്ട് ത്യാഗം, സഹനം, തപശ്ചര്യ ഇവയുടെയൊക്കെ ജീവിതം വഴി നമുക്ക് വിശുദ്ധിയുടെ അമൂല്യത നേടിയെടുക്കുവാൻ സാധിക്കും. അതിനുള്ള നല്ല അവസരങ്ങളാണ് ഇത് എന്നൊക്കെ. നാം ആവശ്യപ്പെടുന്ന വസ്തുക്കൾ അനുപേക്ഷണീയങ്ങളെന്ന് വന്നാൽ ആരെങ്കിലും വഴി തമ്പുരാൻ നമുക്ക് തരും. മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൊണ്ട് നമുക്കില്ലാതെ വരുന്നില്ല. വായുവിൽ പറക്കുന്ന ഏറ്റവും ചെറിയൊരു അണുവിന് തുല്യം എന്നെ കരുതിയാൽ മതി. ഞാൻ എന്ത് കാര്യം അപേക്ഷിച്ചാലും എൻ്റെ നല്ല ദൈവം ഒരിക്കൽ പോലും എൻ്റെ അപേക്ഷ സാധിച്ചു തരാതിരുന്നിട്ടില്ല.
എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള അൽഫോൻസാമ്മയുടെ സൂക്തങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സ്നേഹനാഥൻ എൻ്റെ ഹൃദയത്തിലാണ്. ആർക്കും എടുത്തുകൊണ്ട് പോകുവാൻ സാധിക്കുകയില്ല. എൻ്റെ ആത്മനാഥൻ കുരിശിലല്ലേ മരിച്ചത്? എനിക്കും സഹനങ്ങളുടെ കുരിശിൽ മരിക്കണം. കർത്താവേ, അങ്ങയുടെ സ്വന്തം എന്ന പോലെ എന്തും എന്നോട് ചെയ്തു കൊള്ളുക. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആവാസ സ്ഥലമാണ് നാം ഓരോരുത്തരും, ഓരോ മനുഷ്യഹൃദയവും എന്നുള്ള നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാൻ നമ്മെ ശക്തരാക്കുന്ന വചനങ്ങളാണിത്. എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുമ്പോൾ കൈവരുന്ന സന്തോഷം എത്ര വലുതാണ്! എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലൂടെ എന്ത് ലഭിച്ചാലും അതെല്ലാം എന്നെ സന്തോഷിപ്പിക്കുന്നവയാണ്. എന്നെ മുഴുവനും ഞാൻ കർത്താവിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടുന്ന് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളട്ടെ. വരെ വിശുദ്ധ അൽഫോൻസാമ്മ ജീവിച്ച മുറിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ മുറിയിൽ വെച്ചാണ് വിശുദ്ധ ചാവറയച്ചനും വിശുദ്ധ കൊച്ചറേസ്യയും പ്രത്യക്ഷപ്പെട്ട് അൽഫോൻസാമ്മയ്ക്ക് രോഗശാന്തി നൽകിയത്. തൻ്റെ ഏറ്റവും കഠിനമായ വേദനയുടെ പാരമ്യത്തിൽ പോലും അൽഫോൻസാമ്മ തന്നെ സമീപിക്കുന്നവർക്കെല്ലാം ആശ്വാസം പകർന്നിരുന്നു. അൽഫോൻസാമ്മ പറയുമായിരുന്നു, പുഞ്ചിരി ഒരു തിരുവട്ടമാണ്. സങ്കടപ്പെടുന്നവരുടെ മുഖത്തേക്ക് നോക്കി കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും. അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സദ്വചനങ്ങളായിരുന്നു അവ. അൽഫോൻസാമ്മ പുണ്യവതിയാണെന്ന് ആദ്യം പറഞ്ഞു തുടങ്ങിയത് കുട്ടികളായിരുന്നു. കാരണം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് പുഞ്ചിരിക്കുന്ന അൽഫോൻസാമ്മയാണ്. അൽഫോൻസാമ്മ അവരുടെ നേരെ പുഞ്ചിരി തൂക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോടൊപ്പം കളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ആ പുഞ്ചിരിക്കുന്ന അൽഫോൻസാമ്മയെ അവർ അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നു. നീ ചോദിച്ചതൊന്നും ഞാൻ തരാതിരുന്നിട്ടില്ല. പിന്നെ ഞാൻ ചോദിക്കുന്നത് നീ എനിക്ക് തരേണ്ടതല്ലേ? ദൈവസ്നേഹമുണ്ടെങ്കിൽ പരസ്നേഹമുണ്ട്. പൂവിൽ പൂമ്പൊടി എന്ന പോലെ. എൻ്റെ സ്നേഹനാഥൻ എൻ്റെ ഹൃദയത്തിലാണ്. ആർക്കും എടുത്തുകൊണ്ടു പോകാൻ സാധിക്കുകയില്ല. എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തെല്ലാമാണെന്ന് അന്യർക്ക് മനസ്സിലാക്കാൻ പാടില്ലാത്ത വിധത്തിൽ ഞാൻ എന്നെ തന്നെ മുഴുവനായി ബലികഴിച്ചിരിക്കുകയാണ്. വിശുദ്ധ അൽഫോൻസായുടെ തിരുനാൾ
ജൂലൈ 28 നാം ആഘോഷിക്കുമ്പോൾ പുണ്യവതി 1938 മുതൽ 1946 വരെ കന്യകാലയത്തിലെ ഈ മുറിയിൽ തൻ്റെ നാഥനുമായി സ്നേഹം സംഭാഷണം നടത്തി വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുകയായിരുന്നു. ഇത്രയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് ഈ മഠത്തിൽ വന്നിട്ട് ഒരു പുണ്യവതിയായില്ലെങ്കിൽ എന്തിനു ജീവിക്കണം എന്ന് അവൾ ഉദ്ഗീരണം ചെയ്തു. സ്നേഹനാഥനുമായുള്ള ആ സംഭാഷണങ്ങൾക്ക് വേദിയായ ഈ മുറി പഴയകാല തനിമയിൽ ഇന്നും സൂക്ഷിക്കുന്നു. ചാണകം മെഴുകിയ തറയും അന്ന് അൽഫോൻസാമ ഉപയോഗിച്ച കട്ടിലും അൽഫോൻസാമ ഉപയോഗിച്ച സ്ക്രീനും എല്ലാം ഇന്ന് അതേപടി സൂക്ഷിക്കുന്നു. തൻ്റെ ദിവ്യനാഥനുമായുള്ള ആ സ്നേഹ സംഭാഷണം പൊട്ടിവിരിഞ്ഞത് ഈ മുറിയിൽ നിന്നാണ് എന്നുള്ളത് ഏവർക്കും ഏറെ പ്രചോദനമേകുന്ന ഒന്നാണ്. കാലം കടന്നു പോകുന്തോറും കുരിശുകൾ കൂടുതലായി വരും. അപ്പോൾ അവയെ ആശ്ലേഷിക്കുകയും ചുംബിക്കുകയും ചെയ്യണം. എൻ്റെ ആത്മനാഥൻ കുരിശിലല്ലേ മരിച്ചത്? എനിക്കും സഹനങ്ങളുടെ കുരിശിൽ മരിക്കണം. എൻ്റെ മണവാളന്റെ സമ്പത്ത് ദാരിദ്ര്യവും നിന്ന അപമാനങ്ങളുമാണ്. അതെനിക്കുമുണ്ട്. അതുകൊണ്ട് ഞാൻ മിടുക്കിയാണ്. എന്തെല്ലാം കഷ്ടപ്പാടുകൾ വന്നാലും ഞാൻ ഒരിക്കലും ആവലാതി പറയുകയില്ല. വിശുദ്ധ അൽഫോൻസ ജീവിച്ച് മരിച്ച ഈ 4 ചുവരുകൾക്കുള്ളിൽ അവൾ തൻ്റെ ദിവ്യനാഥന് തൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആ സ്നേഹ സംഭാഷണം ഒരു സമ്മാനമായി നൽകി. അത് ഇന്ന് സ്ഫുരിക്കുന്നു എന്ന് സ്നേഹബലി വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധയുടെ ഉള്ളിൽ നിന്നും ത്രസിച്ച ആ ദിവ്യവചസ്സുകൾ ലോകത്തിന് ആർഭാടങ്ങളൊന്നുമില്ലാതെ ആരവങ്ങളൊന്നുമില്ലാതെ അവൾ ജീവിച്ച ഈ ചുറ്റുപാടുകൾ പകർന്നു നൽകുകയാണ്. ഈശോ ഇന്നും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. ഈശോ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. ആ ദിവ്യനാഥനെ നമുക്ക് അനുപദം അനുകരിക്കുവാൻ സാധിക്കും. എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഭോജനം വിശുദ്ധ കുർബാനയാണ്. ഞാനാണ് ജീവന്റെ അപ്പം എന്നരുളിയ ദിവ്യനാഥൻ എൻ്റെ ഉള്ളിൽ ആഗതനാകുമ്പോഴെല്ലാം അവാച്യമായ ആനന്ദം ഞാൻ അനുഭവിക്കുന്നു. സ്നേഹത്തെ പ്രതി ദുരിതങ്ങൾ സഹിക്കുക, അതിൽ സന്തോഷിക്കുകയും ചെയ്യുക. ഇതുമാത്രമേ ഇഹത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ലോക സന്തോഷങ്ങളൊന്നും എനിക്കായിട്ടുള്ളതല്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. സുഖം കിട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ തിരുമനസ് പോലെ വരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അപേക്ഷിച്ചാൽ കുരിശു മാത്രമേ കിട്ടുകയുള്ളൂ. കുരിശുകൾ വർദ്ധിക്കുന്നതോടൊപ്പം സ്നേഹവും സഹനശക്തിയും വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
സമയം കിട്ടുമ്പോഴെല്ലാം വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഞാൻ ചെലവഴിക്കും. നിങ്ങൾക്ക് ദൈവിക കാര്യങ്ങളിൽ മാന്യം സംഭവിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യ ഈശോയോട് കൂടുതൽ അടുക്കണം. അവിടെ ചെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ പിതാവിനോടെന്ന പോലെ അറിയിക്കണം. അൽഫോൻസാമയുടെ ഈ ജീവവചനത്തിലൂടെ കരുത്താർജിച്ച അനേകം ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. അൽഫോൻസാമയുടെ കല്ലറയിൽ വന്ന് ആശ്വാസം തേടിയെത്തുന്ന എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണിത്. അതുപോലെ തന്നെ അൽഫോൻസാമയുടെ മറ്റ് ജീവിത സൂക്തങ്ങളും അനേകരിൽ ജീവിത പരിവർത്തനത്തിന് കാരണമായിട്ടുണ്ട്. ജീവിത സഹനങ്ങളെ വിശ്വാസത്തോടെ സ്വീകരിക്കുവാൻ പ്രാപ്തരാക്കിയിട്ടുണ്ട്. നന്മയായിട്ടോ തിന്മയായിട്ടോ വിധിക്കാൻ നമ്മെ വിട്ടുകൊടുക്കുന്നത് എത്രയോ ഇമ്പമുള്ളതാകുന്നു. കഠിനവേദനകളിലും വലിയ പരീക്ഷണങ്ങളിലും മണവാളനോടുള്ള സ്നേഹബന്ധത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിയത് കുരിശിൻ ചുവട്ടിലെ സ്ത്രീയാണ്. കുരിശിൻ ചുവട്ടിൽ നിന്നവർ പോലും കരുണയില്ലാതെ ഈശോയെ നിന്ദിക്കുകയല്ലേ ചെയ്തത്. എനിക്കാകട്ടെ ആശ്വസിപ്പിക്കാനും ശുശ്രൂഷിക്കാനും സഹതപിക്കാനും എത്രയോ പേരടുത്തുണ്ട്. ഞാൻ ഈശോയുടെ മണവാട്ടിയല്ലേ. മണവാളന്റെ വേദനകൾ ഓർക്കുമ്പോൾ എൻ്റേത് എത്ര നിസാരം. കുരിശ് തന്നാണ് ഈശോ സ്നേഹിക്കുന്നത്. സ്നേഹിക്കുന്നവർക്കാണ് കൂടുതൽ കുരിശുകളും സങ്കടങ്ങളും അവിടുന്ന് നൽകുക. സഹിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. സഹിക്കാൻ ലഭിക്കാത്ത ദിവസം ശൂന്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. FCC കന്യകാലയത്തിൽ തനിക്ക് ദിവ്യനാഥനുമായുള്ള ആ മന്ത്രണത്തിന് വേദിയൊരുക്കിയത് FCC നിയമാവലിയും ജീവിതചര്യയുമാണ്. ആ ജീവിതം അവൾ സന്തോഷത്തോടെ ജീവിച്ചു, സന്തോഷത്തോടെ നാഥനായി സമർപ്പിച്ചു. ഇന്നും സന്തോഷത്തിൽ അവൾ ആത്മാക്കൾക്കായി അത് പങ്കുവയ്ക്കുന്നു. എൻ്റെ ദിവ്യനാഥന് സമർപ്പിക്കുവാൻ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പുതിയ പൂക്കൾ ഞാൻ നിത്യേന തിരഞ്ഞെടുത്തിരിക്കുന്നു. കൂടുതൽ കൂടുതൽ പൂക്കൾ ദിവസേന പെറുക്കിക്കൂട്ടാൻ ഞാൻ ശ്രമിക്കും. വെള്ളി ശുദ്ധമാക്കുന്നവനെ പോലെ കർത്താവ് എന്നെ നോക്കിയിരിക്കുകയാണ്. കർത്താവ് എൻ്റെ ഹൃദയത്തിലിരുന്നു കൊണ്ടാണല്ലോ എന്നെ ദുഃഖിപ്പിക്കുന്നത് എന്നൊരാശ്വാസം എനിക്കുണ്ട്. സഹനമാകുന്ന പൂക്കൾ കർത്താവിൻ്റെ തൃപ്പാദത്തിങ്കൽ വിതരണമെന്നല്ലേ വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നത്.
എല്ലാ വേദനകളും ഏറെ സന്തോഷത്തോടെയാണ് അൽഫോൻസാമ്മ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ തൻ്റെ സമീപിക്കുന്ന സഹോദരങ്ങളുടെ വേദനകളിൽ അവൾക്ക് ആശ്വാസം പകരാനും അവരുടെ നേരെ ഒരു ചെറു പുഞ്ചിരി തൂകാനും അൽഫോൻസാമ്മയ്ക്ക് കഴിഞ്ഞത്. ഇതുപോലെ നമ്മൾ എത്രയേറെ പ്രയാസപ്പെട്ടിരുന്നാലും നമ്മെ സമീപിക്കുന്നവർക്കെല്ലാം നമുക്ക് സ്നേഹത്തോടെ സമാധാനത്തോടെ ഒരു പുഞ്ചിരി നൽകാം. ഈ ചിന്തയല്ലേ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. നമ്മെ സമീപിക്കുന്നവർക്ക്, നമ്മോട് ഇടപെടുന്നവർക്ക് ഒരു ചെറു പുഞ്ചിരി സമ്മാനിക്കാം. കർത്താവേ, അങ്ങയുടെ സ്വന്തം എന്ന പോലെ എന്നോട് എന്തും പ്രവർത്തിച്ചു കൊള്ളുക. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലൂടെ എന്ത് ലഭിച്ചാലും അതെല്ലാം എന്നെ സന്തോഷിപ്പിക്കുന്നവയാണ്. എന്നെ മുഴുവനും ഞാൻ കർത്താവിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടുന്ന് ഇഷ്ടം പോലെ ചെയ്തുകൊള്ളട്ടെ. രാത്രിയിൽ ഉറക്കം കിട്ടാതെ വരുന്നത് നല്ലതാണ്. ആ സമയത്ത് ഉണർവോടെ സ്നേഹപ്രകരണം ചെയ്യാമല്ലോ. കുറെ ആവലാതിപ്പെട്ടാൽ എന്താണ് എന്ന് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. എങ്കിലും ഒരിക്കലും അതിന് വഴിപ്പെട്ടിട്ടില്ല. ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ശാസിച്ചാലും സ്വയം ന്യായീകരിക്കാതെ തെറ്റിപ്പോയി ക്ഷമിക്കണമേ എന്ന് മാത്രം പറയാൻ ശ്രമിക്കുന്നതാണ്. എത്രയേറെ ആൾക്കാരാണ് ഇന്ന് ഈ പുണ്യകുടീരത്തിലേക്ക് ഒപ്പം താൻ ജീവിച്ചു മരിച്ച ഈ ദിവ്യഹേഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കും അതിൻ്റെ നേർക്കാഴ്ച കാണുവാൻ കഴിയും. സൂക്തങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കാം. ഇന്നിൻ്റെ നേരായ പാതയിൽ നമുക്ക് ആർഭാടങ്ങളില്ലാതെ, ആരവങ്ങളില്ലാതെ കന്യകാലയത്തിൽ ആരാരും അറിയാതെ ജീവിച്ച ഈ പുണ്യവതിയുടെ പാദങ്ങളെ പിന്തുടരാം. ഞാൻ സഹനത്തിൻ്റെ പുത്രിയാണ്. സഹനവും ത്യാഗവുമാകുന്ന കല്ലുകൾ കൊണ്ടാണ് സ്വർഗത്തിൽ നമുക്കായി മാളികകൾ പണിയുന്നത്. കുരിശുകളുടെ അഗ്നിയിൽ ദഹിക്കാൻ ഞാൻ എന്നെ കർത്താവിൻ്റെ കയ്യിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ്. എൻ്റെ ആത്മബലി പൂർത്തിയാകണമെങ്കിൽ ഇനിയും കുരിശുകൾ കിട്ടണം. കർത്താവ് തരുന്ന കാസ അതിൻ്റെ മട്ടുവരെ കുടിച്ചിറക്കണം. തെറ്റിൽ ഉൾപ്പെടുന്ന ഓരോ പ്രാവശ്യവും തെറ്റ് എത്ര ലഘുവായിരുന്നാൽ പോലും എന്തെങ്കിലും പ്രായശ്ചിത്തം ഞാൻ സ്വമേധയാ ചെയ്യും. ഇതാണ് തെറ്റിൽ നിന്ന് പിന്തിരിയുവാനുള്ള എളുപ്പവഴി. ആഗ്രഹത്തിന് വിരുദ്ധമായി വരുന്നതെല്ലാം നന്നായി സഹിച്ച് കർത്താവിന് കാഴ്ച കൊടുക്കണം.
അൽഫോൻസാമ്മയുടെ ഈ സൂക്തങ്ങളിൽ നിന്നും നമുക്കും ശക്തി ആർജിക്കാം, അനേകരിലേക്കും ആ ശക്തി പകർന്നു കൊടുക്കാം. അൽഫോൻസാമ്മയുടെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹാശംസകളും ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷിതർക്കും നേരുന്നു. തന്നോടുകൂടി ആയിരിക്കുന്നവർക്ക് ദൈവം തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഭാരക്കുറവുള്ള പക്ഷികൾക്ക് വളരെ വേഗത്തിൽ പറന്നുയരാൻ സാധിക്കുമല്ലോ. ചില പക്ഷികൾ പറന്നാൽ ചിറകടിക്കുന്ന ശബ്ദം പോലും കേൾക്കുകയില്ല. ഞാനും അതുപോലെ പറന്നുപോകും. എൻ്റെ ബലി പൂർത്തിയാകുമ്പോൾ എൻ്റെ ദിവ്യനാഥൻ എന്നെ വിളിക്കും. അപ്പോൾ ഞാനൊരു ഓട്ടമോടും എൻ്റെ വീട്ടിലേക്ക്. ഞാൻ ഓടി എൻ്റെ കർത്താവിൻ്റെ മടിയിൽ ചെന്നിരിക്കും. കേട്ടോ കേട്ടോ, എൻ്റെ ചങ്കിൽ നിന്നൊരു സ്വരം. എന്തു ശേല!